ലെബനനിലും ഇസ്രായേലിന് തിരിച്ചടി. ആയുധം താഴെ വയ്ക്കില്ലെന്ന് ലെബനനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള അറിയിച്ചു. ഹിസ്ബുള്ള നേതാവ് നഈം ഖാസിമാണ് പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ സൈന്യം ലെബനനിൽ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണം വീണ്ടും തുടങ്ങുമെന്നും ഹിസ്ബുള്ള നേതാവ് മുന്നറിയിപ്പ് നൽകി. യുഎസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആയുധ നിരായുധീകരണത്തെക്കുറിച്ച് ലെബനൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തു തുടങ്ങിയതോടെയാണ് ലെബനൻ സായുധ ഗ്രൂപ്പ് നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ലെബനനിലെ 5 തന്ത്രപ്രധാനമായ കുന്നുകളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുകയും വ്യോമാക്രമണങ്ങൾ നിർത്തുകയും ചെയ്യുന്നതുവരെ ആയുധം ഉപേക്ഷിക്കില്ലെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. നവംബറിൽ US മധ്യസ്ഥതയിൽ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. 14 മാസത്തെ യുദ്ധമായിരുന്നു വെടിനിർത്തലിലൂടെ അവസാനിച്ചത്. എന്നാൽ ലെബനനിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ചൊവ്വാഴ്ചയാണ് ഖാസിം ഇസ്രായേലിനെതിരായ ഹിസ്ബുള്ളയുടെ നിലപാട് പറഞ്ഞത്. പ്രതിരോധം ശക്തമാണ്, ലെബനൻ്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടും. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലെബനനെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള വലിയ ത്യാഗങ്ങൾ ചെയ്തു, ഖാസിം ടെലിവിഷനിലൂടെ നടത്തിയ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. ലെബനനിൽ വീണ്ടും യുദ്ധം തുടങ്ങിയാൽ ഇസ്രായേലിൻ്റെ മേൽ മിസൈലുകൾ വർഷിക്കുമെന്നും ഖാസിം മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയും ലെബനൻ സൈന്യവും ജനങ്ങളും പ്രതിരോധവുമായി മുന്നോട്ടു പോകും. 8 മാസമായി അവർ നിർമ്മിച്ച എല്ലാ സുരക്ഷയും 1 മണിക്കൂറിനുള്ളിൽ തകരും, ഖാസിം പറഞ്ഞു. ചൊവ്വാഴ്ച ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിൻ്റെ അധ്യക്ഷതയിൽ 6 മണിക്കൂർ നീണ്ടുനിന്ന മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. വർഷാവസാനത്തോടെ എല്ലാ ആയുധങ്ങളുടെയും നിയന്ത്രണം സൈന്യത്തിൻ്റെ കീഴിലാക്കുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത് സൈന്യത്തിൻ്റെ മാത്രം കുത്തകയാക്കേണ്ടത് രാജ്യത്തിൻ്റെ കടമയാണെന്നും യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നവാഫ് സലാം പറഞ്ഞു. ലെബനൻ സർക്കാർ നടത്തുന്ന ദേശീയ വാർത്താ ഏജൻസി NNA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി നിരായുധീകരണ നീക്കത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച രാത്രി ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഹിസ്ബുള്ള അനുയായികൾ ഒത്തുകൂടിയിരുന്നു. പിന്നാലെയാണ് ആയുധം താഴെ വയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഖാസിം എത്തിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ നവംബറിൽ ഹിസ്ബുള്ളയുമായി ഉടമ്പടി ഒപ്പുവച്ചിരുന്നു. തുടർന്നും ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഹിസ്ബുള്ളയെ ആയുധം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് US ലെബനൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. USൻ്റെ ഈ ഇരട്ടത്തപ്പിനെതിരെയാണ് പ്രതിഷേധം. കഴിഞ്ഞ വർഷം ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ള ദുർബലരായി മാറിയിരുന്നു. ആ യുദ്ധത്തിൽ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗത്തെയും ഇസ്രായേൽ കൊലപ്പെടുത്തി. ആയിരക്കണക്കിന് പോരാളികളെയും ലെബനൻ സിവിലിയന്മാരെയും കൊന്നൊടുക്കി. 10,000-കണക്കിന് ഷിയാകളെയും മറ്റ് ജനസമൂഹങ്ങളെയും അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കി. സമീപ മാസങ്ങളിൽ നിരായുധീകരണത്തിനായി USഉം ലെബനനും ചർച്ചകൾ നടത്തി വരികയാണ്. ലെബനൻ്റെ പുതിയ നേതൃത്വം എല്ലാ പ്രദേശങ്ങളിലേക്കും അധികാരം വ്യാപിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഹിസ്ബുള്ളയ്ക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല.